പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലികമായി വെടിനിർത്തൽ ഉണ്ടായിരിക്കുകയാണ്. സമാധാന ചർച്ചകൾക്കിടെ 2 ആഴ്ചത്തേക്ക് വെടിനിർത്തുമെന്ന US പ്രഖ്യാപനം ഇറാൻ അംഗീകരിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ വിജയം അവകാശപ്പെട്ട് USഉം ഇറാനും രംഗത്തെത്തി. ഇറാനിയൻ ജനതയ്ക്കെതിരായ നിയമവിരുദ്ധ യുദ്ധത്തിൽ ശത്രുവിന് ചരിത്രപരമായ പരാജയം സംഭവിച്ചിരിക്കുന്നുവെന്ന് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ പ്രസ്താവനയിൽ അറിയിച്ചു. ഹോർമസിലൂടെ 2 ആഴ്ചത്തേക്ക് എണ്ണക്കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. ഇറാന്റെ സമ്പൂർണ്ണ നാഗരികത ഇല്ലാതാകും എന്നതടക്കം നിരവധി തവണ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഭീഷണിയും തുടരെയുള്ള അന്ത്യശാസനങ്ങൾക്കും ഒടുവിൽ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇതിനിടെ ഇറാന് ആയുധ സഹായം നൽകുന്ന രാജ്യങ്ങൾക്ക് മേൽ 50% തീരുവ ചുമത്തുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു മാസത്തിലധികം നീണ്ട പശ്ചിമേഷ്യൻ സംഘർഷത്തിനൊടുവിൽ ആ മേഖലകളിൽ സമാധാനം പുലരുകയാണോ? യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ട്രംപിനെ നിർബന്ധിതനാക്കുന്നത് എന്താണ്? കാണാം RDX റാപ്പ്. ഇറാനിലെ ഭരണമാറ്റം പ്രഖ്യാപിച്ച് ഫെബ്രുവരി 28-ന് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ആരംഭിച്ച ആക്രമണ പരമ്പരകൾക്കാണ് താൽക്കാലിക വിരാമം ഉണ്ടായിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകിയാൽ 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ആക്രമണം അവസാനിപ്പിച്ചാൽ ഹോർമൂസ് തുറക്കാമെന്ന് ഇറാനും വ്യക്തമാക്കി. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിലാണ് ഈ തീരുമാനം ഉണ്ടായതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആദ്യം മുന്നോട്ട് വെച്ച 45 ദിവസത്തെ വെടിനിർത്തൽ കരാർ തള്ളിയ ഇറാൻ 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. വെള്ളിയാഴ്ച നടക്കുന്ന നയതന്ത്ര ചർച്ചയിൽ ഈ നിർദ്ദേശങ്ങളും ചർച്ചയാകും. ഇറാന് പുറമെ ലെബനനിലും വെടിനിർത്തലുണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചെങ്കിലും ഈ കരാർ ലെബനന് ബാധകമല്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. ഹോർമൂസ് തുറക്കാൻ ട്രംപ് നൽകിയ സമയം അവസാനിക്കാനിരിക്കെ പാലവും റെയിൽപാളവും ഉൾപ്പെടെ ഇറാന്റെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇസ്രായേലും USഉം ആക്രമണം നടത്തി. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കാം. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇവയാണ്. കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് US അമേരിക്ക ഉറപ്പ് നൽകണം എന്ന് ഇറാൻ പറയുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ നിയന്ത്രണം തുടരും എന്ന് അവർ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ ആണവോർജ്ജം സമ്പുഷ്ടീകരിക്കാനുള്ള അവകാശം അംഗീകരിക്കണം എന്നുകൂടെ പറയുന്നു. ഇറാന് നേരെയുള്ള എല്ലാ പ്രാഥമിക ഉപരോധങ്ങളും പിൻവലിക്കണം എന്നുകൂടെ ഇറാൻ നിർദ്ദേശമായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇറാനെതിരെയുള്ള എല്ലാ ദ്വിതീയ ഉപരോധങ്ങളും പിൻവലിക്കണം. ഇറാനെതിരായ ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇറാനെതിരായിട്ടുള്ള അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ബോർഡിൻ്റെ പ്രമേയങ്ങൾ പിൻവലിക്കുക. യുദ്ധത്തിലെ നാശനഷ്ടങ്ങൾക്ക് ഇറാന് നഷ്ടപരിഹാരം നൽകുക. മേഖലകളിൽ നിന്ന് US സൈന്യത്തെ പിൻവലിക്കുക സമ്പൂർണ്ണമായിട്ട്. ലെബനനിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളും അവസാനിപ്പിക്കണം അമേരിക്ക എന്നൊക്കെയാണ് ആവശ്യങ്ങൾ. വെള്ളിയാഴ്ച പാകിസ്ഥാനിൽ വെച്ച് USഉം ഇറാനും തമ്മിൽ ഔദ്യോഗികമായ ചർച്ച ഇതിനുമേൽ നടക്കും. US വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാൻ പാർലമെന്റ് സ്പീക്കർ ഗാലി ബാഹും പങ്കെടുക്കും എന്നാണ് അറിയുന്നത്. കരാറിന് പിന്നാലെ ഇസ്രയേലിലേക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവെച്ചുവെന്ന് ഹെസ്ബുള്ള അറിയിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ ഇറാനെതിരെയുള്ള സൈനിക നടപടി അവസാനിപ്പിച്ച് ഇസ്രയേലും നിലപാടെടുത്തിരിക്കുന്നു. ലെബനനിലും വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ആവശ്യവുമായിട്ട് ഫ്രാൻസ് രംഗത്തെത്തിയിട്ടുണ്ട്. വെടിനിർത്തലിന് പിന്നാലെ ഇറാഖ് വ്യോമാതിർത്തി തുറന്നു. ഇപ്പോൾ തന്നെയും ഇന്ത്യ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. മേഖലയിലെ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ഹോർമുസ് കടലിടുക്ക് വഴി സുഗമമായ യാത്ര ഉറപ്പാക്കണമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വില ബാരലിന് 13.62% കുറഞ്ഞു. ഇപ്പോൾ തന്നെയും നിലവിൽ ക്രൂഡ് ഓയിൽ ബാരലിൻ്റെ വില $95.068 ആയിരുന്നു. സംഘർഷം രൂക്ഷമായപ്പോൾ ബാരലിന് $109.77 ആയി ഉയർന്നിരുന്നു. സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായാണ് ക്രൂഡ് ഓയിൽ വില ഇത്രയും താഴുന്നത് എന്നും നമ്മൾ അറിയുന്നു. ഇന്നലെ നമ്മൾ ഈ നേരത്ത് പോകുമ്പോൾ ഇറാനെ ആ നാഗരികതയെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും എന്ന് പറഞ്ഞ ട്രംപിൻ്റെ വാക്കുകളായിരുന്നു അന്തരീക്ഷത്തിൽ. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് അത്തരം വാർത്തകൾ ഉണ്ടാകുമോ എന്ന ഭയത്തോടെയാണ് നമ്മുടെ ന്യൂസ് ഡെസ്കിൽ എല്ലാവരും പോയത്. പക്ഷേ രാവിലെ ശുഭകരമായിട്ടുള്ള വിവരമാണ്. ഇതിങ്ങനെ പോകുമെന്നറിയില്ല. പക്ഷേ എങ്കിൽ തന്നെയും ഇങ്ങനെ വന്നാൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ നമ്മുടെ അടുക്കളയിൽ പോലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾക്ക് വലിയൊരളവോളം സമാപ്തിയാകും. യുദ്ധ സാഹചര്യം നമുക്ക് മേൽ നിന്ന് പൂർണ്ണമായിട്ട് നീങ്ങുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതായത് സനീഷ്, ഇപ്പോൾ ഈ ട്രംപിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ തന്നെ ട്രംപിൻ്റെ ഈ പ്രഖ്യാപനവും ട്രംപിൻ്റെ ഇത്തരം ഒരു നീക്കവും ആശങ്കയോടെ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യം
അമേരിക്ക ഇറാനെ അങ്ങ് സമ്പൂർണ്ണമായി നശിപ്പിച്ചോട്ടെ എന്ന് ആഗ്രഹിക്കുകയോ അങ്ങ് കരുതുകയോ ചെയ്യില്ല. കാരണം ആ മേഖല എന്നേക്കുമായി അസ്ഥിരമാവുക എന്നുള്ളത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഒരു രാജ്യത്തെ എത്രത്തോളം നശിപ്പിക്കാൻ കഴിയും, ആ രാജ്യത്തെ എത്ര നശിപ്പിച്ചാലും അതിൻ്റെ പ്രത്യാഘാതം അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇതിൽ സംഭവം എന്താണ്? 4 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച യുദ്ധം 40 ദിവസം കഴിഞ്ഞു. അവസാനിപ്പിക്കാനൊരു നിർവാഹവും ഇല്ല. അപ്പോൾ എല്ലാ തന്ത്രങ്ങളും ട്രംപ് പയറ്റി. പിന്നെ ട്രംപ് പറയുന്നത് എന്തെങ്കിലും നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല. ഇറാൻ്റെ പരമോന്നത മേധാവിയായിട്ട്, സുപ്രീം ലീഡറായിട്ട് ഞാനിരിക്കണമെന്ന് പറയുന്നുവെന്ന് വരെ ട്രംപ് ഒരു ഘട്ടത്തിൽ പറഞ്ഞു. അപ്പോൾ പകുതി കാര്യങ്ങൾ വസ്തുതയുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ട്രംപ് പലപ്പോഴും പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ എന്താണ്, ട്രംപിന് ഊരണം. അവിടെ എങ്ങനെ ഊരും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പിടിയും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി. 4 എന്നുള്ളത് 4 ആഴ്ചയായി, പിന്നെ അത് 40 ദിവസം കടന്നു. ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് തന്നെ പോകും. കാരണം ഈ ഉണ്ടാകുന്ന പല കാര്യങ്ങളും, ഈ ഇന്ധന വില വർധന മാത്രമല്ല, അതിനോടനുബന്ധിച്ച് ബാക്കി എല്ലാ അർത്ഥത്തിലും ആളുകളുടെ ജീവിതം വലിയ ദുസ്സഹമാകുന്നു. ആളുകൾക്ക് യാത്ര സാധ്യമാകുന്നില്ല. ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എത്ര കുത്തനെ ഉയർന്നിരിക്കുകയാണ്, എത്രയോ ഇരട്ടിയാണ് എല്ലാ ഫ്ലൈറ്റ് ടിക്കറ്റും. യാത്രകളെല്ലാം സമ്പൂർണ്ണമായി താറുമാറായി. ഇങ്ങനെ പല കാര്യങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നു. ഇതിനിടയ്ക്ക് അമേരിക്കയുടെ പദ്ധതികളിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ചെന്ന് വീഴുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ താൽക്കാലിക വെടിനിർത്തൽ എന്നുള്ള ഒരു നിർദ്ദേശം ഉയർന്നു വരികയും അത് പാകിസ്ഥാൻ്റെ തന്നെ മധ്യസ്ഥതയിൽ അത്തരം ആലോചനകൾ വരികയും ആ നിർദ്ദേശം ട്രംപ് പറയുകയൊക്കെ ചെയ്തപ്പോൾ പിന്നോട്ട് പോകാൻ ഇറാൻ കൂട്ടാക്കിയില്ല. താൽക്കാലിക വെടിനിർത്തൽ നിന്നില്ല, വെടിനിർത്തൽ അതേ ഉള്ളൂ, അതല്ലാതെ വേറെ സംഗതികളൊന്നുമില്ല എന്നുള്ളതാണ് ഇറാൻ സ്വീകരിച്ച നിലപാട്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ഒരു ചർച്ചയ്ക്കുള്ള വഴി തുറക്കണമല്ലോ. അപ്പോൾ ഇന്നലെ ട്രംപിൻ്റെ തന്ത്രം തന്നെയാണത്. സമ്പൂർണ്ണമായി നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല, ചർച്ചയുടെ വാതിൽ തുറക്കുക എന്നുള്ളത് മാത്രം ലക്ഷ്യമിട്ടാണ് ട്രംപ് അത്രയും കടന്ന ചില പ്രയോഗങ്ങൾ നടത്തിയതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇറാൻ എന്താണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്? അതായത് ഈ താൽക്കാലിക വെടിനിർത്തൽ ഇല്ല എന്നുള്ളതിൽ നിന്ന് താൽക്കാലിക വെടിനിർത്തലാകാം എന്ന പോയിന്റിൽ മാത്രമേ ഇറാൻ വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. താൽക്കാലിക വെടിനിർത്തൽ പറ്റില്ല എന്ന് പറഞ്ഞു, ശരി താൽക്കാലിക വെടിനിർത്തലാകാം, പക്ഷേ എപ്പോഴാണ് ഞങ്ങൾ ഈ മുമ്പോട്ട് വെക്കുന്ന 10 പോയിന്റുകൾ നിലനിർത്തിക്കൊണ്ടുള്ള ചർച്ചയ്ക്കാകാം എന്നുള്ളതാണ്. അത് നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളാണെന്നാണ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത്. ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങൾ ഏതാണ്, പോയിന്റുകൾ എന്തൊക്കെയാണ്? ഈ സമ്പൂർണ്ണമായി വെടിനിർത്തൽ, ഈ മേഖലയിലെ പരിപാടികൾ അവസാനിപ്പിക്കണം, ആക്രമണം അവസാനിക്കണം, ഏകപക്ഷീയമായ ആക്രമണങ്ങൾ പാടില്ല, ഈ പറഞ്ഞ യുറേനിയൻ സമ്പുഷ്ടീകരണം തുടരുന്ന സാഹചര്യം ഉണ്ടാവണം, മേഖലയിലെ ഈ ഇറാൻ്റെ ഒപ്പം നിന്ന് യുദ്ധം ചെയ്യുന്നവർക്ക് ഒന്നും എതിരെ ആക്രമണം ഉണ്ടാകാൻ പാടില്ല, ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഞങ്ങൾക്ക് വേണം, അവിടുന്ന് ഞങ്ങൾ റോളുവിലിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് അതിലൊക്കെ ചർച്ചയാകാമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിലെല്ലാം ചർച്ചയാവുന്നു. എന്തിനാണ് ഈ യുദ്ധത്തിന് ഇവർ ഇറങ്ങിത്തിരിച്ചത്? ഇസ്രായേലും ഈ അമേരിക്കയും കൂടി. അവിടെ റെജീം ചേഞ്ച് വേണം, അവിടെ മൊത്തം പുതിയ സംവിധാനം കൊണ്ടുവരണം. അത് കേട്ട് വിശ്വസിച്ചിട്ട് അവിടുത്തെ പഴയ മറ്റേ ഷായുടെ കൊച്ചുമകൻ റെഡിയായി പുറപ്പെടാൻ പെട്ടിയും റെഡിയാക്കി ഇരിക്കുകയായിരുന്നു. ആ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ആ റെജീം ചേഞ്ച് നടന്നിട്ടില്ല, മറ്റെല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഉള്ള ഇറാന് കുറച്ചും കൂടി ഉറപ്പോടെ അവിടെ പിരിവ് നടത്താൻ പറ്റുന്ന ആ സാഹചര്യം കൂടി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് അതിന്മേൽ ആണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ചർച്ച നടക്കാൻ പോകുന്നത്. ആ നിലയ്ക്ക് യഥാർത്ഥത്തിൽ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാതെ പരാജയപ്പെട്ട ഒരു യുദ്ധമായാണ് ഈ ഘട്ടത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ചെന്ന് നിൽക്കുന്നത്. ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ചെന്ന് നിൽക്കുന്നത്. ഇസ്രായേലിനെ എന്ത് പുകിലൊപ്പിക്കും എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ ചർച്ചകൾ മുന്നോട്ട് സുഗമമായി പോകട്ടെ, ഈ സംഘർഷം എന്നേക്കുമായി അവിടെ അവസാനിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കും. അത്രയേ ഉള്ളൂ. അതായത് മറ്റേ മാമുക്കോയുടെ കീലേരി അച്ചു എന്ന് പറയുന്നൊരു കഥാപാത്രം ഉണ്ടല്ലോ, അയാളെ പോലെയാണ് ഇപ്പോൾ നമ്മുടെ ട്രംപ് നിൽക്കുന്നത്. ഭയങ്കര കോമാളിയായിട്ട് ഈ പറയുന്ന വലിയ ഒറ്റബുദ്ധിയും അഹങ്കാരവും പിന്നെ കൊണ്ടിങ്ങനെ നടന്ന് ഇയാൾ ഈ ലോകത്തെപ്പറ്റിയും രാജ്യങ്ങളെപ്പറ്റിയും പഠിക്കുന്നത് പോലും ഇപ്പോഴാണ്. ഓരോ തിരിച്ചടിയും കിട്ടുമ്പോഴാണോ ഈ രാജ്യം ഇങ്ങനെയായിരുന്നല്ലേ എന്ന് ഇയാൾ മനസ്സിലാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആ നിലക്കുള്ള അടി കിട്ടി. നമ്മളിപ്പോൾ കീലേരി അച്ചു എന്നൊക്കെ പറയും തമാശ പറയുമ്പോഴും ഇയാളുടെയൊക്കെ ഈ വിവരക്കേടിന് കിട്ടുന്ന അതിൻ്റെ ഫലം എത്രയോ മനുഷ്യരുടെ മരണമാണ്, കൊലപാതകങ്ങളാണ്. കുഞ്ഞുങ്ങളെ ഇയാളുടെ വിവരക്കേട് കൊണ്ടാണ്, മറ്റേയാളുടെ ക്രൂരതയും ഇയാളുടെ വിവരക്കേടും ചേർന്നിട്ടാണ് ഈ ഗാസയിൽ ഇത്രമാത്രം കുഞ്ഞുങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന നിലയുണ്ടായത്. അത് കഴിഞ്ഞ് ഇവിടേക്ക് ഈ വിവരക്കേടും അഹന്തയും ക്രൂരതയുമുള്ള മനുഷ്യർ, ഒറ്റബുദ്ധികൾ
ഈ രാഷ്ട്ര തലപ്പത്തൊക്കെ ഇരുന്നാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, അതും പ്രത്യേകിച്ച് ഇതുപോലെ ഇപ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള നമ്മുടെ രാജ്യങ്ങൾ പോലെയല്ല, ഇതുപോലെയുള്ള രാജ്യങ്ങൾ പവർ ഉണ്ടെന്ന് വിചാരിക്കുകയും അതെങ്ങനെയും എടുത്ത് പ്രയോഗിക്കാമെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഏത് വിവരം കെട്ട ആളുകൾ അവിടെ വന്നിരുന്നു കഴിഞ്ഞാലും അവർക്ക് രാജ്യത്തെ സമ്പൂർണ്ണമായിട്ട് കൊണ്ടുപോകാൻ, മറ്റ് അതിനകത്തുള്ള പാർലമെൻറ്റ് സംവിധാനങ്ങൾക്കൊന്നും തടയാൻ പറ്റാത്തതും കൊണ്ടുപോകാൻ പറ്റുന്ന ഇമാതിരി ആളുകൾ ഇതുപോലുള്ള രാജ്യങ്ങളുടെ തലപ്പത്ത് വന്നാൽ നമ്മളെപ്പോലെ ദൂരെ നിൽക്കുന്ന ആളുകൾക്ക് പോലും എന്തെന്നൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് മനസ്സിലാക്കി തന്ന മറ്റൊരു അവസരമായിട്ട് ഇത് മാറി. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതി അതിനോട് വളരെ ഡിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന മനുഷ്യരെ പോലും ചെന്ന് തൊടുന്ന ഒരു സംഗതിയാണ് എന്ന് വീണ്ടും മനസ്സിലാക്കി തരുന്ന, സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ പോയിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറി. ഇപ്പോഴും നമ്മളിത് തീർന്നപ്പോൾ ഇത് സമ്പൂർണ്ണമായിട്ട് പര്യവസാനിച്ച് കഴിഞ്ഞു എന്നൊരു ധാരണപ്പുറത്തല്ല സംസാരിക്കുന്നത്. പക്ഷേ എങ്കിലും അങ്ങനെ ആശിച്ചുകൊണ്ട്, ഇതുകൊണ്ട് തീരും എന്ന് ആശിച്ചുകൊണ്ടാണ് രണ്ടുപേരും അതിനെപ്പറ്റി ഇങ്ങനെ സമഗ്രമായിട്ട് പറയാൻ നമുക്ക് പറ്റുന്നത്. എന്തായാലും ഇറാൻ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോപിച്ചും ഇറാനിൽ ഭരണകൂട അട്ടിമറി സാധ്യമാക്കുമെന്നും പ്രഖ്യാപിച്ചാണ് US-ഉം ഇസ്രായേലും ഇറാനിലേക്കുള്ള കടന്നാക്രമണങ്ങൾ ആരംഭിച്ചത്. എന്നാൽ ഇറാൻ തിരിച്ചടിക്കുകയും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയും ചെയ്തതോടെ സ്ഥിതിഗതികളെല്ലാം മാറിമറിഞ്ഞു. 4-5 ദിവസം കൊണ്ട് സംഘർഷം അവസാനിപ്പിക്കാം എന്ന് കരുതിയ ട്രംപ് വിയർക്കുന്ന കാഴ്ചയാണ് ലോകം പിന്നീട് കണ്ടത്. യാതൊരു ഉറപ്പുമില്ലാത്ത പല കാര്യങ്ങളും ട്രംപ് വിളിച്ചു പറയുന്നതും ലോകം കണ്ടു. അനാവശ്യമായ ഭീഷണികളും പേടിപ്പെടുത്തലുകളുമെല്ലാം ട്രംപ് പുറത്തെടുത്തു. ആരുടെയും സഹായം വേണ്ടെന്നും തങ്ങൾ വിജയിച്ചെന്നും പറഞ്ഞ അതേ ട്രംപ് ഹോർമുസ് തുറക്കാൻ നാറ്റോ രാജ്യങ്ങളുടെ സഹായം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അതിനുശേഷം ഇനി ഹോർമുസ് താനും പുതിയ ഖമനേയും ഒരുമിച്ച് നോക്കൊള്ളാം എന്ന പ്രസ്താവന പോലും ഉണ്ടായി. അതായത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ തുടങ്ങിയ യുദ്ധം അവസാനിക്കുക എന്നത് അമേരിക്കയുടെയും ട്രംപിൻ്റെയും ആവശ്യമായി മാറിയെന്ന് വേണം കണക്കാക്കാൻ. ഒടുക്കം ഇറാന് മുന്നോട്ട് വെച്ച കർശനമായ 10 നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യാമെന്ന് ട്രംപ് സമ്മതിച്ചിരിക്കുന്നു. അപ്പോഴും ഇറാൻ്റെ നിർദ്ദേശങ്ങളിലൊന്നായ ലെബനനിലും ആക്രമണം അവസാനിപ്പിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇനി 10-ാം തീയതി പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്ന നയതന്ത്ര ചർച്ചയിൽ എന്ത് സംഭവിക്കും എന്നതാണ് ലോകരാജ്യങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇന്നത്തെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.